രാവിലെ തന്നെ ഒരു മെലഡിയൊക്കെ കേട്ട് കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ എന്താ ഒരു സുഖം. കെ എസ് ആർ ടി സിൻ്റെ ഇലക്ട്രോണിക് ബസ്സാണിത്. ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് മറവൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. ക്ഷേത്രം ക്ലോസ്ഡ് ആണ്. അവിടെ ഇനി വൈകുന്നേരം മാത്രമേ തുറക്കുകയുള്ളൂ. അതുകൊണ്ട് മേലേക്ക് കയറാൻ പറ്റില്ല. ഈ ക്ഷേത്രം ഒരു ഗുഹാക്ഷേത്രമാണ്. ഞാൻ ആക്ച്വലി ചെമ്പഴന്തിയിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു ക്ഷേത്രത്തിനെ പറ്റി അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയത്. മറവൂർ പാറ പ്രാചീന ഗുഹാക്ഷേത്രം. ആ ക്ഷേത്രം ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇവിടെ ഒരു വലിയൊരു പാറയുണ്ട്. ഈ പാറ ഒരു വലിയ കുന്ന് പോലെയാണുള്ളത്. ടിക്കറ്റ് ഉണ്ടോ? അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ട്. അവർക്ക് നമ്മുടെ ID കാണിച്ചു കൊടുത്ത് അവരത് നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് കയറാം. രാവിലെ തന്നെ ചെറിയൊരു ട്രെക്കിങ്ങിനുള്ള അവസരമാണ് കിട്ടിയിട്ടുള്ളത്. മഴ പെയ്തതുകൊണ്ട് പാറയെല്ലാം വഴുക്കലിച്ചിരിക്കുന്നു എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. കയറുണ്ട്, അത് പിടിച്ച് കയറിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പോയി നോക്കട്ടെ. മുകളിൽ നിന്നും താഴേക്ക് ഒരു കയർ വലിച്ചു കെട്ടിയത് കാണാം. ഇത് പിടിച്ചു വേണം മുകളിലേക്ക് കയറുവാൻ. കയറാൻ തുടങ്ങിയിട്ടേയുള്ളൂ. അതിമനോഹരമായ ഒരു വ്യൂ ആണ് വരവേൽക്കുന്നത്. മുകളിലേക്ക് ഇതിലും മനോഹരത ഉണ്ട് എന്ന് വിചാരിക്കുന്നു. കുറച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ കയറുവാൻ നമുക്ക് പടവുകൾ കെട്ടിവെച്ചിട്ടുള്ളത് കാണാം. ചെറിയൊരു നീർച്ചാൽ പാറയുടെ ഉള്ളിൽ നിന്നും താഴേക്ക് ഒഴുകി വരുന്നുണ്ട്. ആ വെള്ളം നേരെ ഇങ്ങനെ ഒരു ചാലുപോലെ ഇട്ട് ഇവിടെ ഒരു ചെറിയൊരു കുളം പോലെ ശേഖരിച്ചു വെക്കുന്നുണ്ട്. എന്തായാലും ആ പടവുകളിലൂടെ കയറാതെ ഈ പാറയുടെ മുകളിലൂടെ തന്നെ കയറാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരല്പം സാഹസികത. ഉയരം കൂടുന്തോറും അതിൻ്റെ മനോഹാരിത വർദ്ധിച്ച് വരികയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയിലേക്ക് പോകുവാൻ ബസ് കയറിയതാണ് ഞാൻ. കയറിയ ബസ് മാറിപ്പോയതുകൊണ്ട് എനിക്കിവിടെ എത്താൻ സാധിച്ചത്. അതെന്തായാലും നന്നായി. ഇത്രയും മനോഹരമായ വ്യൂ എനിക്ക് നഷ്ടപ്പെട്ടില്ല. പൊന്മുടിയിൽ പോയി അതെനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പൊന്മുടിക്ക് പകരം ചെറിയൊരു ഹില്ലാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഉയരം കൂടുന്തോറും കാഴ്ചയുടെ ദൂരപരിധിയും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നും നോക്കുമ്പോൾ ആകാശം മുട്ടിക്കിടക്കുന്ന ഒരു പാറയായാണ് ഇതിനെ നമുക്ക് തോന്നുന്നത്. ഇത് കയറിയിട്ടും തീരുന്നില്ലല്ലോ.
ഒരല്പം ക്ഷീണിച്ചാലും ഈ കാഴ്ചകൾ തരുന്ന, മനസ്സിന് തരുന്ന കുളിർമ അതൊന്ന് വേറെ തന്നെയാണ്. ഒടുവിൽ ഞാൻ ഏറ്റവും മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കാണുന്ന വഴി നേരെ ക്ഷേത്രത്തിലേക്കുള്ളതാണ്. ഗവൺമെൻറ് ഓഫ് കേരള, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി. മുള കൊണ്ട് നിർമ്മിച്ചൊരു പാലമാണിത്. ചെമ്പഴന്തിയിലേക്കുള്ള യാത്ര തുടരുന്നു. മെയിൻ റോഡിലേക്ക് കുറച്ച് ദൂരം നടക്കുവാനുണ്ട്. വീഡിയോയിൽ എത്രമാത്രം ഇതിൻ്റെ മനോഹാരിത മനസ്സിലാവുന്നുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ നേരിട്ടുള്ള കാഴ്ച അതൊന്ന് വേറെ തന്നെയാണ്. ഇങ്ങ് ദൂരെ നിന്ന് തന്നെ നമുക്ക് ആ പാറയും അമ്പലത്തിൻ്റെ ചെറിയ ഭാഗങ്ങളും കാണാം. ഈ റൂട്ടിൽ നിരവധി ഇലക്ട്രോണിക് ബസ്സുകൾ ഓടുന്നുണ്ട്. ആദ്യമായാണ് ഇലക്ട്രോണിക് ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുന്നത്. ഇത് ആദ്യത്തെ ബസ്സല്ല, രണ്ടാമത്തെ ബസ്സാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു ഇലക്ട്രോണിക് ബസ്സിലാണ്. അങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയിൽ കാലുകുത്തിയിരിക്കുന്നു. ബസ്സിറങ്ങി ഒരു 200 മീറ്റർ മുന്നോട്ട് നടന്നാൽ നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിലെത്താം. ശ്രീനാരായണ ഗുരുകുലം, ചെമ്പഴന്തി. ഒടുവിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കവാടത്തിനപ്പുറം ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. കവാടത്തിലൂടെ കയറി ചെല്ലുമ്പോൾ വലത് ഭാഗത്ത് നമുക്കൊരു ഓഫീസ് കാണാം. ഇടതു ഭാഗത്ത് ഒരു ചെറിയ ക്ഷേത്രവും. വളരെ മനോഹരമായ ഒരു സ്ഥലം. ഞാവൽപ്പഴങ്ങൾ വീണ് കിടക്കുന്ന മുറ്റം. അവിടെ നിന്നും താഴേക്ക് ഇറങ്ങിയാൽ നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്ദേഹം ജനിച്ച ഗൃഹം ദൂരെ കാണാം. പ്രകൃതി സൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന സ്ഥലം. പക്ഷികളുടെയും അണ്ണാൻ്റെയും മനോഹരമായ ശബ്ദങ്ങൾ. വലിയ വൃക്ഷങ്ങൾ, പുൽത്തകിടി, എന്തുകൊണ്ടും മനോഹരമായിരിക്കുന്നു ഇവിടം.
അങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ വീടിൻ്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ് ഞാൻ. അദ്ദേഹം കൊണ്ട് ഉപയോഗിച്ചിരുന്ന വണ്ടി. ഇവിടെ ഈ LED ബോർഡിൽ ഗുരുവിൻ്റെ ദൈവദശകത്തിലെ വരികൾ പോകുന്നത് നമുക്ക് കാണാം. ഓലമേഞ്ഞ ചാണകം മെഴുകിയ ആ വീട് അതുപോലെ തന്നെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. മുൻവശത്ത് ഒരു ഡോറും പിറകിൽ 2 ഡോറുകളുമാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങിങ്ങായി ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് നമുക്ക് കാണാം. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കിണറാണിത്. ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. മുത്തശ്ശി പ്ലാവ് അദ്ദേഹത്തിൻ്റെ കാലത്തെ ഉണ്ടായിരുന്ന ഒരു പ്ലാവാണിത്. അങ്ങനെ താൽക്കാലികമായി തിരുവനന്തപുരത്തോട് വിട പറയാൻ സമയമായിരിക്കുന്നു. തുടക്കവും ഒടുക്കവും ഇന്ത്യൻ കോഫി ഹൗസിലെ ഭക്ഷണത്തിൽ നിന്നാവാം. എനിക്ക് പോകുവാനുള്ള ട്രെയിനിൻ്റെ ഡീറ്റെയിൽസാണ് ആ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ എന്നെയും കാത്ത് കിടക്കുന്നത്. തിരുവനന്തപുരം മംഗലാപുരം സെൻട്രൽ. സമയം ആയിട്ടില്ല, ക്ലീനിങ്ങൊക്കെ നടക്കുന്നതേയുള്ളൂ. സമയം 8 മണി ആവുന്നതേയുള്ളൂ. 8:20 ട്രെയിൻ. തിരുവനന്തപുരമേ നിനക്കു താൽക്കാലിക വിട, വീണ്ടും വരുന്നത് വരെ. ഗുഡ് മോർണിംഗ്. സമയം 7:20. തലശ്ശേരി എത്തിയിരിക്കുകയാണ്. മഴ എൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണെന്ന് തോന്നുന്നു.